കോഴിക്കോട് നെല്ലിക്കോട് ഫ്ളാറ്റ് നിർമ്മാണം നടക്കുന്നതിടത്ത് മണ്ണിടിച്ച് നിർമ്മാണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ റീഗേറ്റ് ബിൽഡേഴ്സിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ. ചട്ടങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും മേയർ ബീന ഫിലിപ്പ് വ്യക്തമാക്കി. റീഗേറ്റ് ബിൽഡേഴ്സിന് ഇന്നു തന്നെ നോട്ടീസ് നൽകാനാണ് കോർപ്പറേഷന്റെ നീക്കം. നെല്ലിക്കോട് 44 സെന്റ് സ്ഥലത്ത് 61 ഫ്ളാറ്റുള്ള 14 നില സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്നത്. നേരത്തെ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്ത് നിർമ്മാണം നടത്തരുതെന്നും പ്രവൃത്തി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതിനു മുമ്പും സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പ്രദേശവാസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനധികൃതമായി മണ്ണെടുക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി ആവശ്യപ്പെട്ട് നെല്ലിക്കോട് വില്ലേജ് ഓഫീസർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയുണ്ടെന്ന് പറഞ്ഞാണ് നിർമ്മാണം തുടർന്നത്. നിയമലംഘനത്തിനെതിരെ ഇപ്പോൾ നടപടിക്കൊരുങ്ങുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. റീഗേറ്റ് ബിൽഡേഴ്സിന്റെ പെർമിറ്റ് റദ്ദാക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. ചട്ടങ്ങൾ ലംഘിക്കാൻ അനുവദിക്കില്ലെന്നും നിർമ്മാണം നിർത്താൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും മേയർ ബീന ഫിലിപ്പ് വ്യക്തമാക്കി. റീഗേറ്റ് ബിൽഡേഴ്സിന് ഇന്ന് തന്നെ നോട്ടീസ് നൽകാനാണ് കോർപ്പറേഷന്റെ നീക്കം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വലിയ ശബ്ദത്തോടെ കൂറ്റൻ കല്ലുകളും മണ്ണും ഇടിഞ്ഞു വീണ് നിർമ്മാണ തൊഴിലാളി മരിച്ചത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി ലേസർ കത്വയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കുന്നിടിഞ്ഞതിനൊപ്പം സമീപത്തെ റോഡും 4 വൈദ്യുത തൂണുകളും വീടിന്റെ പറമ്പും ഇടിഞ്ഞു വീണിരുന്നു. ഇതോടെ 5 വീട്ടിലേക്കുള്ള വഴിയില്ലാതായി. 2 വീടുകൾ അപകട ഭീഷണിയിലുമാണ്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.